ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് an external magnetic field, the material acquires a net magnetic dipole moment. That is, the material is said to be magnetized. And how much it is magnetized is measured by using a vector quantity called magnetization, capital M. അപ്പോൾ M എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? M is defined as the magnetic dipole moment induced per unit volume inside the material, and it is denoted by the letter capital M. അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇലക്ട്രിക് പോളറൈസേഷൻ, അത് പോളറൈസേഷൻ വെക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മാഗ്നറ്റൈസേഷൻ, ദാറ്റ് ഈസ് capital M is defined as the magnetic dipole moment, that is small m divided by volume, where m is the total magnetic moment within the volume V. Okay, and the unit of M is ampere per meter. അപ്പോൾ മനസ്സിലായാലോ? അപ്പോൾ ഇനി ഇത്രയും മാത്രമേ നമുക്ക് പറയത്തുള്ളൂ. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മൂലം എന്ത് സംഭവിക്കും? അതിനകത്തുള്ള ഓരോ അറ്റോമിക് മാഗ്നറ്റിക് ഡൈപോൾസും ഫീൽഡിലേക്ക് അലൈൻ ചെയ്യും. ദാറ്റ് ഈസ് ദ മെറ്റീരിയലിന് ഒരു നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയും ദ മെറ്റീരിയൽ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ് എന്ന് പറയും. And how much it is magnetized is defined by the quantity magnetization, capital M, and M is defined as the magnetic dipole moment induced per unit volume, that is small m divided by V, and its unit is ampere per meter. ഇനി നമ്മളുടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ നമുക്കറിയാം അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു എന്നറിയാം. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ മാഗ്നറ്റൈസേഷനും എത്ര കൂടുതൽ അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ മാഗ്നറ്റൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഓർ എം ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച്, ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി ഈസ്, ആ പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മാറ്റുന്നു. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു കൈ എച്ച്, വെയർ കൈ ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. മനസ്സിലായല്ലോ പറഞ്ഞേ? when a magnetic material is placed in an external magnetic field, the intensity of magnetization M is proportional to the magnetizing field H. അപ്പോൾ H കൂടുന്തോറും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്തോറും മാഗ്നറ്റൈസേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് M is equal to a constant into H, and that constant is called the magnetic susceptibility of that material. അപ്പം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൈ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാൻ പറ്റും? എം ബൈ എച്ച്. അപ്പോൾ അതിനെ എങ്ങനെ ഡെഫിനിഷൻ പോലെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എം ബൈ എച്ച് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the ratio of magnetization to the applied magnetic field intensity. ശരിയാണല്ലോ? ഓക്കെ, എം ബൈ എച്ച്, എം എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ കൈ ഈസ് ഡിഫൈൻഡ് as the ratio of magnetization to the applied magnetic field. ഓർ ഇങ്ങനെയും വേണേൽ പറയാലോ, യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ആ മെറ്റീരിയലിന് ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ശരിയാണ്. അങ്ങനെ H1 ആകുമ്പോൾ കൈ ഈസ് ഈക്വൽ ടു എം ആണ്. ദാറ്റ് ഈസ് യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ അതിന് എന്തുമാത്രം മാഗ്നറ്റൈസേഷൻ ഉണ്ടായോ അതിനെയാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന ടേം കൊണ്ട് കാണിക്കുന്നത്. അപ്പം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി തരുവാണെങ്കിൽ ഇറ്റ് ഗീവ്സ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ആ മെറ്റീരിയലിനെ വെക്കുമ്പോൾ അത് എത്രമാത്രം മാഗ്നറ്റൈസ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയലിന് കൈ കൂടുതലാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് കൂടുതൽ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിനെ അത് റെസ്പോൺസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. സസെപ്റ്റിബിലിറ്റി കുറവാണെന്ന് വെച്ചാൽ അത് വളരെ കുറച്ച് എന്ത് ചെയ്യുന്നുള്ളൂ? മാഗ്നറ്റൈസ് ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ദിസ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആൻഡ് ദിസ് മെഷേഴ്സ് ഹൗ മച്ച് എ മെറ്റീരിയൽ വിൽ ബി മാഗ്നറ്റൈസ്ഡ് ഇൻ ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഹൗ സെൻസിറ്റീവ് എ മെറ്റീരിയൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ആ മെറ്റീരിയൽ എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് പോളറൈസേഷനകത്ത് നമ്മൾ പി ഈസ് ഈക്വൽ ടു നമ്മളെങ്ങനെയാണ് എഴുതിയത്? അവിടെയും ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റിയാണ് ε0 കൈ ഇ എന്ന് എഴുതി.
അതേപോലെ തന്നെയാണ് ഈ ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു കൈ എച്ച്. അപ്പം ഇതൊരു ലീനിയർ റിലേഷനാണ്, എമ്മും എച്ചും തമ്മിലൊരു ലീനിയർ റിലേഷനാണ്. ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം എം കൂടുന്നതനുസരിച്ച് എച്ച് കൂടുന്നതനുസരിച്ച് എം എന്ത് ചെയ്യും, കൂടും. അപ്പം നമ്മൾ എമ്മും എച്ചും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം എമ്മും എച്ചും തമ്മിൽ നമുക്കൊരു ഗ്രാഫ്, ഇപ്പം സപ്പോസ് എമ്മും എച്ചും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ ആണ് അത് ഫോളോ ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. എച്ച് കൂടുന്നതനുസരിച്ച് എം കൂടും. അപ്പം ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എം ആൻഡ് എച്ച് ഈസ് ലീനിയർ. ഒരു ലൈനല്ലേ കിട്ടിയത്. അപ്പം ഇങ്ങനത്തുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ റിലേഷൻ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ പറയും ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ ഇങ്ങനത്തുള്ള റിലേഷൻ ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എച്ച് ഓർ എം ഈസ് ഈക്വൽ ടു കൈ എച്ച് എന്ന് എഴുതാൻ പറ്റാത്ത ചില മെറ്റീരിയൽസും ഉണ്ട്. അങ്ങനത്തുള്ള മെറ്റീരിയൽസിനെ നമ്മൾ നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. ഓക്കെ, അപ്പം മെറ്റീരിയൽസ് വിച്ച് ഒബേ or follow the above relation is called linear magnetic materials. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ടേം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും പറഞ്ഞു. ഇനി ദ തേർഡ് ടേം ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി. അപ്പം ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബിയും അത് എച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുക, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഫീൽഡിൻ്റേതായ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണുമല്ലോ. ഞാനിനി ഒരു മെറ്റീരിയലിനെ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിന് ഉള്ളിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ കാണും? ആ കൊണ്ടുവെച്ച മെറ്റീരിയലിനുള്ളിൽ അതിനെന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോഴത്തേക്ക് അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. അതായത് അത് തന്നെ ഒരു ചെറിയ മാഗ്നറ്റായിട്ട് മാറും. അപ്പം ആ മാഗ്നറ്റായിട്ട് മാറുന്നതിൻ്റെ അകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു മാഗ്നറ്റിൻ്റെയും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണും. ശരിയാണല്ലോ. അതായത് മാഗ്നറ്റൈസേഷൻ മൂലം, ഇനി നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാഗ്നറ്റൈസേഷൻ മൂലമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണും. കൂടാതെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് എച്ച് ഫീൽഡിൻ്റെ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണും. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇൻസൈഡ് ദാറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് ദാറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫീൽഡും അതുപോലെ തന്നെ അതിനുള്ളിലുണ്ടായ മാഗ്നറ്റൈസേഷനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് നമ്മൾ ബി എന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് മാഗ്നറ്റിസത്തെ പറ്റി ക്ലാസ് എടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ആ മാഗ്നറ്റിസത്തെ പറ്റി എന്തുമാത്രം അറിവുണ്ട്, ടോട്ടൽ നിങ്ങളിലുള്ള ആ മാഗ്നറ്റിസത്തെ പറ്റിയുള്ള അറിവെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് പ്ലസ് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും കുറേ അറിവുകൾ +2 ലെവലിൽ പഠിച്ചത് കാണും, രണ്ടിൻ്റെയും കൂടെ സം കാണും ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടേമിനെയാണ് ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഒരു മെറ്റീരിയലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ദ ടോട്ടൽ ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഓൾസോ അതിനുള്ളിൽ എന്തോ ഉണ്ട്, മാഗ്നറ്റൈസേഷൻ മൂലം ഒരു ഫീൽഡ് ഉണ്ട്. അപ്പം ഇതിന് രണ്ടിൻ്റെയും കൂടെ ടോട്ടലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ബി. ആൻഡ് ബി ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് എഴുതാം. വേർ μ0 ഈസ് ദി പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. അപ്പം നമ്മൾ അവിടെ പെർമിറ്റിവിറ്റി പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറയുന്ന ടേമാണ് പെർമിയബിലിറ്റി, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. ഓക്കെ, അപ്പം വെൻ എ magnetic substance is placed in an external magnetic field, the material gets magnetized. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ the actual magnetic field inside that material is the sum of the external field plus the field due to magnetization. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മളുടെ മൊത്തമുള്ള ഒരു വിഷയത്തെ പറ്റിയുള്ള അറിവെന്ന് പറയുന്നത് നമ്മൾ ഒരാളിൽ നിന്ന് കേൾക്കുന്നത് ദാറ്റ് ഈസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് അതിൻ്റെ ഉള്ളിലുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ദ ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് ദ സം ഓഫ് ദി എക്സ്റ്റേണൽ ഫീൽഡ് പ്ലസ് ദ ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഇൻസൈഡ് ദ മെറ്റീരിയൽ ഈസ് ബി ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാം, μ0 ഇൻറ്റു എച്ച് പ്ലസ് എം. ഓക്കെ, ആൻഡ് μ0 ഈസ് കോൾഡ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി ഇതിൻ്റെ വാല്യൂ പഠിച്ചിരിക്കണം, പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല. ഓക്കെ, ആൻഡ് നമുക്ക് റിലേഷൻ അറിയാലോ.
we have the relation m is equal to chi h. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതാണ്. ഇനി നമ്മുടെ അറിയാവുന്ന റിലേഷനാണ് ഇവിടുത്തെ b is equal to mu0 into h plus m. അപ്പോൾ എമ്മിന് പകരം എനിക്ക് എന്തോ കൊടുക്കാൻ പറ്റും, chi h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ശരിയാണ്. ഇതിൽ നിന്ന് h ഇങ്ങ് കോമൺ എടുക്കുകയാണെങ്കിൽ mu0 into 1 plus chi into h എന്ന് എഴുതാം. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് b is equal to mu h ആണ്. ആൻഡ് mu is equal to mu0 mu r. നമ്മൾ എപ്സിലോൺ 0 അല്ലെങ്കിൽ എപ്സിലോൺ is equal to എപ്സിലോൺ 0 എപ്സിലോൺ r എന്ന് എഴുതിയ പോലെ തന്നെ ഇവിടെയും പെർമിയബിലിറ്റി mu is equal to mu0 is the permeability of free space into mu r എന്ന് പറയുന്ന റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പം mu is equal to mu0 mu r എന്ന് എഴുതാം. ഇനിയും ഈ ഇക്വേഷൻ രണ്ടും കമ്പയർ ചെയ്തേ, ഈ ഇക്വേഷനും കമ്പയർ ചെയ്തേ. ഓക്കെ. ഇവിടെയും b is equal to mu0 1 plus chi into h, ഇവിടെ b is equal to mu0 mu r h. ഓക്കെ. അപ്പം ഇതിൽ നിന്ന് ഈ രണ്ട് ടേമും mu r is equal to 1 plus chi എന്ന് നമുക്ക് എഴുതാൻ പറ്റും. Therefore we can write mu r is equal to mu r എന്ന് പറയുന്നത് that is relative permeability equal to mu by mu0 ആണല്ലോ relative permeability, and that is equal to 1 plus chi. ഈ സെയിം റിലേഷൻ നമ്മൾ എപ്സിലോണിലും പഠിച്ചിട്ടുണ്ട്. എപ്സിലോൺ r is equal to 1 plus chi. അവിടുത്തെ chi എന്ന് പറയുന്നത് അവിടെ chi ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി ആണെങ്കിൽ മാഗ്നറ്റിസം വരുമ്പോൾ chi is the മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഈ റിലേഷനും ഓർത്തോണം. സിമ്പിളാണല്ലോ. നമുക്കറിയാം, ഓൾറെഡി ഇക്വേഷൻ നമുക്കറിയാം. അതിനകത്തോട്ട് m is equal to chi h എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഈ രണ്ട് ഇക്വേഷനും ഓർത്തോണം. പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് റിലേറ്റീവ് പെർമിയബിലിറ്റി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? റിലേറ്റീവ് പെർമിയബിലിറ്റി mu r എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ദാറ്റ് ഈസ് mu ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ. ഇനിയും നമ്മൾ സാധാരണ രീതിയിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമ്മളിപ്പോൾ രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ദ ഫസ്റ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആൻഡ് ദ സെക്കൻഡ് ഈസ് പെർമിയബിലിറ്റി. അപ്പം ഈ പെർമിയബിലിറ്റിയുടെയും സസെപ്റ്റിബിലിറ്റിയുടെയും വാല്യൂസ് വെച്ചാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി +2 ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? ബേസിക് ആയിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് ഈസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ദ സെക്കൻഡ് ഈസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ദ തേർഡ് ഈസ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇത്രയും മാത്രമല്ല, ഇനിയും ക്ലാസിഫിക്കേഷനുണ്ട്. 2-3 ക്ലാസിഫിക്കേഷനുണ്ട് നമുക്ക് പഠിക്കാനും ഉണ്ട്. ബേസിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ അതിന് തുടക്കം നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എവരി മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് സ്പിന്നിങ് ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് നമുക്കറിയാം, ഒരു മെറ്റീരിയലിനകത്ത് എല്ലാ ഇലക്ട്രോണിനും സ്പിൻ മോഷനും ഓർബിറ്റൽ മോഷനും ഉണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ മെറ്റീരിയൽസും എന്തായിട്ട് ആക്ട് ചെയ്യുന്നില്ല? മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സ്പിന്നിങ് ആൻഡ് ഓർബിറ്റൽ മോഷൻ മൂലമുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സേ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇലക്ട്രോൺസ് പെയറപ്പ് ആണെങ്കിൽ അതിന് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതൊന്നുകൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അക്കോർഡിംഗ് ടു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, 2 ഇലക്ട്രോൺസ് വിത്ത് ദ സെയിം എനർജി ലെവൽ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് ദസ് ദെയർ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് വിച്ച് ക്യാൻസൽ ഈച്ച് അതർ. അതുപോലെ തന്നെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സും എന്ത് ചെയ്യും? അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ അല്ലാതെ പെയർഡ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ. ഇനിയും സം എലമെൻറ്റ്സ് സച്ച് എസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് ഹാവ് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ബിക്കോസ് their energy levels have unpaired electrons. Okay. And the magnetic materials are generally classified into 3 based on the behavior of materials in a magnetizing field, and they are diamagnetic, paramagnetic and ferromagnetic materials. Okay. നമുക്കിത് മൂന്നും ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. മൂന്നിൻ്റെയും ക്ലാസിക്കൽ തിയറിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ലീനിയർ എന്ന് പറയുമ്പോൾ ലീനിയർ റിലേഷൻ ഉള്ളത്. അതിനകത്ത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലും പാരാമാഗ്നറ്റിക് മെറ്റീരിയലും ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഫെറോ മാഗ്നറ്റിക്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. ദാറ്റ് ഈസ് m ഈസ് പ്രപ്പോർഷണൽ ടു h എന്ന് എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ലീനിയർ റിലേഷൻ ആയിരിക്കത്തില്ല. ഇനി അതിൻ്റെ വാല്യൂസ് എഴുതിയേക്കും നോക്ക്. ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് <0 ആയിരിക്കും, പെർമിയബിലിറ്റിയും <0 ആയിരിക്കും. പാരാമാഗ്നറ്റിസം വരുമ്പോൾ സസെപ്റ്റിബിലിറ്റിയും പെർമിയബിലിറ്റിയും >0 1 ആയിരിക്കും, പക്ഷേ ചെറിയ വാല്യൂസ് ആയിരിക്കും.
ഇനി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ സസെപ്റ്റിബിലിറ്റിയും പെർമിബിലിറ്റിയും വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1, വളരെ വലിയ വാല്യൂസ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് മെറ്റീരിയൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറലി വേണമെങ്കിൽ 2 ആയിട്ട് പറയാം, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഓക്കെ.